മനസ്സിലായല്ലേ? അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് മാത്രമല്ല, ഇതൊക്കെ എങ്ങനെ വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് കൂടി ആ ഒരു അപ്രോച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഹായ്, വെൽക്കം ടു എൻട്രിയ. എൻ്റെ പേര് റിജു. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് വേദിക് മാത്സിന്റെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിന് മുമ്പുള്ള സെഷൻസിൽ നമ്മൾ ഒരുപാട് ഷോർട്ട് കട്ട്സും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സും അതുപോലെ സ്ക്വയർ, ക്യൂബ്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഇതൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെഷൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അറ്റൻഡ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടുന്ന് ആ സെഷൻസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യും. ഇനി നമ്മൾ റിമൈനിങ് ഇനിയും നമുക്കറിയാം വേദിക് മാത്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഷോർട്ട് കട്ട്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷനിലും കൂടുതൽ ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു, 5ന്റെ, 15ന്റെ, 25ന്റെ. അതേപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ കൂടുതലും ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ മുമ്പോട്ട് വരുന്ന സമയത്ത് നമുക്ക് വേറെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഷോർട്ട് കട്ട്സും അഡീഷനും സബ്ട്രാക്ഷന്റെ ഷോർട്ട് കട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു സെഷനിൽ വരുന്ന ഷോർട്ട് കട്ട്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമേ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഏതിൻ്റെയൊക്കെയാ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5ന്റെ, 11ന്റെ ആൻഡ് 9ന്റെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 5 അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 15ഉം 25ഉം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് 11ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും അതുപോലെ 9ഉമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഷോർട്ട് കട്ട്സ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11 നമുക്ക് മനസ്സിലാക്കാം. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11 നമ്പേഴ്സിനെ 11ഉമായിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞ 5, 11 അതുപോലെ തന്നെ 9 ഇതിലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ. ബിക്കോസ് നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾസോ എപ്പോഴും നമ്മുടെ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് എപ്പോഴും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയും ആൻസേഴ്സ് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും മനസ്സിലാക്കുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 32 into 11, ചെറിയൊരു നമ്പർ 32 into 11 എങ്ങനെ പെട്ടെന്ന് ചെയ്യാം. അത് ചെയ്യാനുള്ള ശരിക്കുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ അവസാനത്തെ നമ്പറിനെ അതേപോലെ എഴുതുക 2. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ബാക്കിൽ നിന്ന് മുമ്പിലേക്കായിരിക്കും എഴുതുന്നത്. അതിനുശേഷം ആ 2 എഴുതിയതിനു ശേഷം ആ 2ഉം 3 കൂടി പ്ലസ് ചെയ്യുക. 2ഉം 3 കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും, 5 വരും. അത് നമ്മൾ എഴുതുക. അതിനുശേഷം അവസാനമുള്ള 3 നമ്മൾ അതേപോലെ എടുത്തങ്ങ് എഴുതുക. 352 അതാണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ നമ്പർ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന വേറൊരു, ഇതേ മെത്തേഡിനെ കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു വഴി എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 32 ആണ്. 32 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 32 എടുത്തിട്ട് അതേപോലെ ഒരു ഗ്യാപ്പ് വിട്ടങ്ങ് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 3ഉം 2 കൂടി പ്ലസ് ചെയ്തിട്ട് അതിനെ നടുക്കേക്ക് അങ്ങ് എഴുതുക, 352. അതാണ് ചെറിയ നമ്പർ കൂടിയാണെങ്കിൽ. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അതാണ്. ആ 2 നമ്പേഴ്സിന് ഒരു ഗ്യാപ്പ് വിട്ടങ്ങ് എഴുതിയതിനു ശേഷം ആ 2 കൂടി പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അങ്ങ് നടുക്കേക്ക് എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേറൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് 54 into 11 ചെയ്യണം. അപ്പോൾ 54 into 11 ചെയ്യണമെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, 5ഉം 4ഉം കൂടി ഒരു ഗ്യാപ്പ് വിട്ടങ്ങ് എഴുതുക. ഗ്യാപ്പ് ഇട്ട് എഴുതിയതിനു ശേഷം 5ഉം 4ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും, 9 വരും. അതങ്ങ് നടുക്കേക്ക് എഴുതുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് അതിന്റെ ആക്ച്വൽ മെത്തേഡ്. പക്ഷെ ചെറിയ നമ്പർ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ ഒരു ഗ്യാപ്പ് വിട്ട് എഴുതിയിട്ട് അത് പ്ലസ് ചെയ്ത് നടുക്കേക്ക് എഴുതുക എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു സംഭവം ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കും. എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാരി ഓവർ വരുമ്പോൾ. ചെറിയൊരു എക്സാമ്പിൾ പറയാം. 74 into 11. 74 into 11 ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 7 ഇങ്ങനെ എഴുതാം, ആ 4 ഇങ്ങനെ എഴുതാം. 7ഉം 4ഉം ഒരു ഗ്യാപ്പ് ഇട്ട് എഴുതി. പക്ഷെ ഇനി നമ്മൾ 7ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 9ന്റെ മുകളിൽ പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ക്യാരി ഓവർ ക്രിയേറ്റ് ആവും. അങ്ങനെ 7 + 4 11 വരുന്നത്. നമുക്ക് നടുക്ക് എന്തായാലും 11 എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 1 എഴുതണം. പക്ഷെ ആ 1 പിന്നുള്ള 11ന്റെ ഒരു 1 എങ്ങോട്ടേക്ക് പോകും, അത് ഇതിന്റെ മുകളിലേക്ക് ക്യാരി ഓവർ ആയിട്ട് പോകും. അങ്ങനെ ക്യാരി ഓവർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ 7 എന്നുള്ളത് അത് എന്തായി മാറും, അത് 8 ആയി മാറും. അപ്പൊ ആൻസർ എന്ത് വരും, 814 ആൻസർ വരും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞൊരു പ്രശ്നം അവിടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയങ്ങളിലാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ആദ്യമേ ആ 4 എഴുതുക, അതിനുശേഷം ആ 4ഉം 7 കൂടി പ്ലസ് ചെയ്യുക, 11. അതിലെ 1 മാത്രം എഴുതുക, മറ്റേ 1നെ ക്യാരി ഓവർ ആയിട്ട് വെക്കുക. അവസാനം ആ 7 എഴുതണം. പക്ഷെ ആ 7 എഴുതുമ്പോൾ ഈ ക്യാരി ഓവറുടെ എടുത്തിട്ട് നമ്മൾ 8ന്ന്
അതിന്റെ കൂടെ പ്ലസ് ചെയ്തിട്ട് നമ്മൾ എഴുതാം. അപ്പോൾ ഇങ്ങനെ ക്യാരി ഓവർ വരുമ്പോൾ അതിന്റെ അതുപോലെ 2 കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ ഗ്യാപ്പ് ഇട്ട് എഴുതിയിട്ട് ആഡ് ചെയ്ത് നടുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വരണം എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താണ് പെട്ടെന്ന് 85 into 11 എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും എനിക്ക് ഈ പ്രശ്നം വരും. നമ്മുടെ 85 കാണുമ്പോൾ തന്നെ എനിക്കറിയാം അവിടെ അത് പ്ലസ് ചെയ്യുമ്പോൾ അത് 9ന്റെ മുകളിൽ പോകുന്നത് എനിക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് ഇട്ട് എഴുതുന്ന രീതിനെ വളരെ സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല 8ഉം 5 ഒരു ഗ്യാപ്പ് ഇട്ട് അങ്ങ് എഴുതിയിട്ട് നമ്മൾ ആ 8ഉം 5 കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 13 വരും. സോ 3 ഇവിടെ എഴുതിയിട്ട് ആ 1നെ ക്യാരി ഓവർ ആയിട്ട് എടുക്കുമ്പോൾ ഇതെന്തായി മാറും, 9 ആയി മാറും എന്നുള്ള രീതിയിൽ നമ്മൾ എന്നെ മാറ്റുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്കത് കാണുമ്പോൾ അറിയാം ക്യാരി ഓവർ വരും എന്ന്. ക്യാരി ഓവർ വരും എന്ന് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം ആ 5 എഴുതുക, ആ 5ഉം 8 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 വരും. ആ 3 എഴുതുക, എന്നിട്ട് 1നെ ക്യാരി ഓവർ ആയിട്ട് മൈൻഡിൽ വെക്കുക. എന്നിട്ട് ആ 8 അതേപോലെ എഴുതണം. പക്ഷെ ആ 1 കൂടി ചേരുമ്പോഴത്തേക്ക് 9 വരും എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിനെ കുറച്ചുകൂടി വലിയ നമ്പേഴ്സിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്പർ ഡിജിറ്റിന്റെ എണ്ണം ഒന്ന് കൂട്ടാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്കൊരു 512 എടുക്കാം. 512 ഈസിയാണ്, പക്ഷെ 3 ഡിജിറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാക്കിൽ നിന്നായിരിക്കും ചെയ്തു തുടങ്ങുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ 2 അതേപോലെ തന്നെ എടുക്കും. അതിനുശേഷം നമ്മൾ ആ 2ഉം 1 കൂടി ആഡ് ചെയ്യും. 2ഉം 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 3 എന്ന് വരും. അതിനുശേഷം നമ്മൾ ആ 1ഉം 5 കൂടി ആഡ് ചെയ്യും. 1ഉം 5 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 6 എന്ന് വരും. അതിനുശേഷം നമ്മൾ ആ 5 അതേപോലെ തന്നെ അങ്ങ് എഴുതുക. ആ 5 അതേപോലെ തന്നെ എഴുതി. അത് നമുക്ക് ആൻസർ എത്ര വരും, 5 6 3 2 എന്ന് നമുക്ക് ആൻസർ വരും. അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് 3 ഡിജിറ്റ് ആകുമ്പോൾ നമുക്കത് ഗ്യാപ്പ് ഇട്ട് എഴുതിയതിനു ശേഷം പിന്നെ നടുക്കുള്ളതിനെ ആഡ് ചെയ്ത് നമുക്ക് എഴുതാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ആ 5ഉം ആ ആദ്യമുള്ള 5ഉം ആ അവസാനമുള്ള 2 ഒരു ഗ്യാപ്പ് ഇട്ട് അങ്ങ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 2ഉം 1 കൂടി ആഡ് ചെയ്യുക, 3 എന്ന് എഴുതുക. 1ഉം 5 കൂടി ആഡ് ചെയ്യുക, 6 എന്ന് എഴുതുക. അങ്ങനെയും നമുക്ക് എടുക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചെടുക്കണം. ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ക്യാരി ഓവർ വരും. എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് ഉണ്ടായിട്ട് അവസാനത്തെ നമ്പറിന്റെ മേളിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മുമ്പിലുള്ള നമ്പറിന്റെ മേളിൽ മാത്രമേ എടുക്കുമ്പോൾ അവസാനം എന്നാൽ എഴുതുമ്പോൾ ഏറ്റവും മുമ്പിൽ എന്നുള്ളത് അതിൽ മാത്രമേ ക്യാരി ഓവർ വരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്കറിയാം ക്യാരി ഓവർ അവസാനം തന്നെ വേണമെന്ന് നിർബന്ധമില്ല, അവസാനത്തെ സ്റ്റെപ്പിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇൻ ബിറ്റ്വീൻ നടുക്കും വരും. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ ഐഡിയ അത്രയും നല്ലൊരു ഐഡിയ ആയിരിക്കത്തില്ല എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു സജഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്ന ഒരെണ്ണം എടുക്കാം. ഇപ്പോൾ 4379 ഇവിടെ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവും. നടുക്ക് ഇൻ ബിറ്റ്വീൻ ക്യാരി ഓവർ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ പ്രോപ്പർലി തന്നെ എടുക്കാം. നമുക്ക് ഈ ഒരു 9 അതേപോലെ എഴുതുക. അതിനുശേഷം ആ 9ഉം 7 കൂടി ആഡ് ചെയ്യുക. അപ്പൊ 9ഉം 7 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും, 16. നമുക്ക് 16 എന്ന് വരും. 16 എന്ന് വരുമ്പോൾ നമ്മൾ 6 എഴുതുക. പക്ഷെ അതിന് ശേഷമുള്ള 1നെ എന്ത് ചെയ്യുക, ക്യാരി ഓവർ ആയിട്ട് വെക്കുക. അപ്പൊ നോക്കിയാൽ നടുക്ക് ക്യാരി ഓവർ വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. ഇനി നമ്മൾ ആ 7ഉം 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് വരും. പക്ഷെ ആ ക്യാരി ഓവർ ചേരുമ്പോൾ അത് 11 ആവും. അപ്പൊ വീണ്ടും 1 എഴുതിയിട്ട് വീണ്ടും അടുത്ത 1നെ ക്യാരി ഓവർ ആയിട്ട് വെച്ചു. ഇനി വീണ്ടും നമ്മൾ ആ 3ഉം 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും, 7 എന്ന് വരും. ക്യാരി ഓവർ ചേരുമ്പോൾ 8 എന്ന് വരും. ആൻഡ് ക്യാരി ഓവർ കംപ്ലീറ്റ് ആയി. ആൻഡ് ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ 4 അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ 4 അതേപോലെ തന്നെ എഴുതിയപ്പോൾ 48169 അതാണ് നമ്മുടെ ആൻസർ. നമ്മൾ ഇങ്ങനെ വരയ്ക്കത്തില്ല, ഇത് ജസ്റ്റ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതർവൈസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. നേരെ അങ്ങ് ആഡ് ചെയ്തങ്ങ് ഇതേപോലെ നമ്മൾ പറഞ്ഞ ആ ട്രിക്ക് യൂസ് ചെയ്തങ്ങ് എഴുതി അങ്ങ് പോയാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നമ്പർ ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഡിജിറ്റിന്റെ എണ്ണ ഇനിയും കൂട്ടാം. 21437 into 11. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, 7 എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ 7ഉം 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 10 വരും. നമ്മൾ ആ 0 എടുക്കുന്നു, എന്നിട്ട് 1നെ മാറ്റി വെക്കുന്നു. നമ്മൾ ആ 3ഉം 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 വരും. അതുകൂടി ചേരുമ്പോൾ നമുക്കത് 8 വരും. നമ്മൾ ആ 8 എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആ ക്യാരി ഓവർ കംപ്ലീറ്റ് ആയി. ഇനി ക്യാരി ഓവർ ഇല്ല. ഇനി 4ഉം 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് വരും. ആ 5 എഴുതുന്നു. അതിനുശേഷം നമ്മൾ ആ 1ഉം 2 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 വരും. നമ്മൾ ആ 3 എഴുതുന്നു. എന്നിട്ട് അവസാനം ആ 2 എഴുതാൻ വിട്ടുപോകല്ലോ. വലിയ വലിയ നമ്പർ വരുമ്പോൾ പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം ആ അവസാനത്തെ നമ്പർ എഴുതാൻ വിട്ടുപോകും. ഓക്കെ, അതാണ് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം. പക്ഷെ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയൂ, നിങ്ങളുടെ ഈ എഴുതിയിരിക്കുന്ന ക്വസ്റ്റിനും ആ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം ഒന്ന് നോക്കിയേ. നമുക്ക് ഇവിടെ 2 ഡിജിറ്റ് വന്നപ്പോൾ ആൻസർ എത്ര ഡിജിറ്റ് വന്നു, 3 ഡിജിറ്റ് വന്നു. അതുപോലെ നമുക്ക് ഇവിടെ 3 ഡിജിറ്റ് വന്നപ്പോൾ ആൻസർ എത്ര ഡിജിറ്റ് വന്നു, 4 ഡിജിറ്റ് വന്നു. അതുപോലെ നമുക്ക് ഇവിടെ നമ്മളിപ്പം 4 എഴുതിയപ്പം നമുക്ക് ആൻസർ എത്ര ഡിജിറ്റ് വന്നു, 5 ഡിജിറ്റ് വന്നു. അതുപോലെ ഇവിടെ 5 എടുത്തപ്പോൾ നമുക്ക് ആൻസർ എത്ര ഡിജിറ്റ് വന്നു, 6 ഡിജിറ്റ് വന്നു. എന്ന് പറഞ്ഞാൽ ആൻസേഴ്സ് മോസ്റ്റ് ഓഫ് ദ കേസിലും ഒന്ന് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഈ 2 എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ 5 എണ്ണേ വരത്തുള്ളൂ. അപ്പോൾ അത് ശരിയാവത്തില്ല എന്നൊരു ചെറിയ പ്രശ്നം നമുക്ക് അവിടെ തോന്നും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അവസാനത്തെ നമ്പർ എഴുതാൻ വിട്ടുപോയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് ഓടിച്ചൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് 5 ഡിജിറ്റ് വെച്ചാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നെങ്കിൽ ആൻസറിൽ ഒന്ന് കൂടി എന്തായാലും വേണം. ചില റെയർ കേസുകളിൽ 2 കൂടി വരും. 2 എപ്പോഴാണ് കൂടി വരുന്നതെന്നും കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ചെറിയ നമ്പർ എടുക്കാം. ഇപ്പൊ ഞാൻ 98 എടുക്കുവാണ് into 11. ഇനി നോക്കിക്കേ, ഇപ്പൊ ഞാൻ ആ 8 എഴുതി.
അതിനുശേഷം ആ 8ഉം 9 കൂടി ഞാൻ പ്ലസ് ചെയ്യുക. 8ഉം 9 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 17 വരും. ഞാൻ ആ 7 എഴുതി. പിന്നുള്ള 1നെ ക്യാരി ഓവർ ആയിട്ട് വെച്ചു. ഇനി ഞാൻ 9 എഴുതണം. പക്ഷെ ക്യാരി ഓവർ വരുമ്പോൾ അത് എത്ര ആവും? 10 ആവും. ഇപ്പൊ നോക്കിയേ, നമുക്ക് നമ്മളിവിടെ 2 ആയതുകൊണ്ട് നമുക്ക് 3 വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ 3 അല്ല, 4 വന്നു. അപ്പോ നമുക്കവിടെ 1 കൂടി വരുന്നതിന് പകരം 2 കൂടി വന്നു. അതാണ് ഒരു എക്സ്ട്രീം വരാൻ സാധ്യതയുള്ളത്. അത് എപ്പം മാത്രമേ വരത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ആൻസർ ഉള്ളൂ. എപ്പോഴൊക്കെ നമുക്ക് ഈ അവസാനം 9 വരുന്നു ആ കേസുകളിലും അതിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് ക്യാരി ഓവർ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. എന്ന് ഇപ്പൊ 9ന്റെ മുമ്പിലുള്ള നമ്പറും വലിയ നമ്പർ 8 അത് പ്ലസ് നമുക്ക് ഈ 8 9 പ്ലസ് ചെയ്യുമ്പോൾ 9ന്റെ മേളിൽ പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസുകളിലാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് എപ്പോഴൊക്കെ ഈ അവസാനം 9 വരുന്നു ആ സമയങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അവസാനം എന്നാൽ എഴുതുമ്പോൾ ഏറ്റവും മുമ്പിൽ അവിടെ 9 വരുന്നു, അവിടെ മാത്രമേ നമുക്ക് ഈ 1 കൂടി വരേണ്ട സ്ഥലത്ത് 2 കൂടി വരത്തുള്ളൂ. അതും അറിഞ്ഞിരിക്കും. അപ്പൊ പക്ഷെ എങ്ങനെയായാലും നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? തന്നേക്കുന്ന നമ്പറിനേക്കാൾ 1 2 ഡിജിറ്റ് കൂടുതലായിരിക്കണം ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പൊ ലാസ്റ്റ് നമുക്ക് ഒരു ഫാൻ നമ്പറോട് ചെയ്ത് നോക്കാം. ഒരു ഫാൻസി നമ്പർ എടുക്കാം. 51515 ഇൻറ്റു 11. ഇങ്ങനെയൊക്കെ ഫാൻസി നമ്പർ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു എടുക്കണം. എന്നിട്ട് തെറ്റാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള കേസുകളിൽ. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 5 എടുത്തു. ആ 5 ഒന്നുകൂടി ആഡ് ചെയ്താൽ 6 വരും. ആ 1ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ അതും 6 വരും. ആൻഡ് ആ 5ഉം ഒന്നുകൂടി ആഡ് ചെയ്താൽ വീണ്ടും 6 വരും. ആൻഡ് വീണ്ടും ആ 1ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ വീണ്ടും 6 വരും. പക്ഷെ അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ആ 5 എടുക്കാൻ വിട്ടുപോലെ ആ 5 എടുക്കുക. അപ്പൊ 56665 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഈസിയാണ്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആണ് ഈ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ നല്ലപോലെ ഉപയോഗിക്കുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ? ലൈക്ക് ഈ ഷോർട്ട് കട്ട് ചിലപ്പോൾ മിക്കവാറും ഒരുപാട് പേർക്കും ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ? ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിക്കുന്നെങ്കിലും നമ്മൾ അതിനെ വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം. ഒരിക്കലും നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു 11 കണ്ടു അവിടെ തന്നെ കയറി അങ്ങ് യൂസ് ചെയ്തു അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം. വളരെ സ്മാർട്ടായിട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 4-5 നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ വരുന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. അവിടെ ആ 4-5 നമ്പറല്ല, ഒരു നമ്പർ 11 ആണെന്നും വിചാരിച്ചു. ഈ 4-5 നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുവാണ്. അപ്പോൾ 4-5 ഒരു എന്താ പറയാ സംതിങ് ഇൻറ്റു ഒരു എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു ഡി ഇൻറ്റു ഇ അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരിക. ഈ എ പറഞ്ഞ ആ ഒരു ടേംസിൽ ഒരെണ്ണം 11 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റൻ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ, നിങ്ങൾ ആ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യമേ യൂസ് ചെയ്യോ അവസാനം യൂസ് ചെയ്യോ? നിങ്ങളൊന്ന് ആലോചിക്കുക സ്മാർട്ടായിട്ട്. നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ഞാൻ ഈ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് യൂസ് ചെയ്യണോ, ലാസ്റ്റ് യൂസ് ചെയ്യണോ, ആദ്യം എടുത്ത് യൂസ് ചെയ്യണോ, അവസാനം എടുത്ത് യൂസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും അവസാനമേ ഉപയോഗിക്കാവൂ. ഒരിക്കലും ആദ്യം ഉപയോഗിക്കില്ല. എനിക്ക് 11 ഷോർട്ട് കട്ട് അറിയാം, ഞാൻ അത് ആദ്യം അങ്ങ് യൂസ് ചെയ്യാം, ഒരിക്കലും ആയിരിക്കില്ല. ഓക്കെ, ഒരിക്കലും 11 മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് ആദ്യമേ യൂസ് ചെയ്യില്ല. എന്തുകൊണ്ട്? സിമ്പിൾ റീസൺ ആണ്. എത്ര വലിയ നമ്പർ വന്നാലും നമുക്ക് 11 കൊണ്ട് ചെയ്യാൻ അറിയാം, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. അതും റഫ് വർക്ക് ഒന്നും ഇല്ലാതെ നോക്കി ചെയ്യാൻ, നേരെ ആൻസർ എടുക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആദ്യം തന്നെ ഈ 11 എടുത്തങ്ങ് ഒരു നമ്പറിന്റെ കൂടെ അങ്ങ് ഉപയോഗിച്ചാൽ ആ നമ്പർ ഓൾറെഡി എന്താവും? വലുതാവും. പിന്നെ ആ നമ്പറിനെ വേണം ബാക്കിയുള്ള നമ്പേഴ്സിലൂടെ ചെയ്യാൻ. ആൻഡ് അത് ബാക്കിയുള്ള നമ്പേഴ്സിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് സമയം എടുക്കും, ഒരുപാട് റഫ് വർക്ക് വരും. പക്ഷെ അതേ സ്ഥലത്ത് 11 മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ എടുക്കാൻ എളുപ്പമുള്ള നമ്പേഴ്സ് ഇല്ലേ, 11, 5, ഈ നമ്പേഴ്സ് ഒക്കെ എപ്പോഴും മാറ്റി വെച്ചേക്കണം. അവസാനമേ ഉപയോഗിക്കാവൂ. ഇൻഫാക്ട് നിങ്ങൾക്ക് അവിടെ കിടക്കുന്ന നമ്പർ 11ന്റെ ഒരു മൾട്ടിപ്പിളോ 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പേഴ്സിനെ മാറ്റി വെക്കണം. എന്നിട്ട് വേണമെങ്കിൽ ആ നമ്പറിൽ നിന്ന് ഇപ്പൊ 44 ആണെങ്കിൽ ആ 4 എടുത്ത് അങ്ങ് യൂസ് ചെയ്യുക. പക്ഷെ ആ 11 അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് 11നെ അവസാനത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരിക്കലും 11 5 ഒന്നും എടുത്ത് ആദ്യം ഉപയോഗിക്കില്ല. ബിക്കോസ് അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻഡ് നമുക്ക് മൊത്തം ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിലപ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഇത് ചെയ്തു തുടങ്ങിയപ്പം ബാക്കിൽ നിന്നാണ് ചെയ്തു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഈ ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ള 2 ഡിജിറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ മാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ചിലപ്പോൾ ഫുൾ ആൻസർ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 11 എടുത്ത് ആദ്യം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ ആ നമ്പറിനെ വേണം ബാക്കി നമ്പറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് പിന്നെയും കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവത്തേ ഉള്ളൂ. മനസ്സിലായല്ലേ? അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് മാത്രമല്ല, ഇതൊക്കെ എങ്ങനെ വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് കൂടി, ആ ഒരു അപ്രോച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ അതിനെ എങ്ങനെ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് എപ്പോഴും തിങ്ക് ചെയ്തിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ. അത് കണ്ട ഉടനെ അത് എനിക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചെടുത്ത് അങ്ങ് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് 11 പഠിച്ച സ്ഥിതിക്ക് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ 5 പഠിച്ചപ്പോൾ നമ്മൾ 5ന്റെ കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു. 15ഉം 25ഉം. അതേപോലെ 11 പഠിച്ച സ്ഥിതിക്ക് നമുക്ക് 11ന്റെ കൂടെ വരുന്ന ചില ഇമ്പോർട്ടന്റ് ഷോർട്ട് കട്ട് കൂടി നമുക്ക് നോക്കാം. അപ്പൊ അതെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഇപ്പം പറഞ്ഞ 11ന്റെ മൾട്ടിപ്പിളുടെ ഷോർട്ട് കട്ട്, പക്ഷെ
അത് നമുക്ക് എല്ലാ നമ്പറുടെ കൂടെ ചെയ്യാൻ പറ്റത്തില്ല. സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിന്റെ കൂടെ ഒരു 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് 44 × 3 ചെയ്യണം. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ ഒരു 11ന്റെ മൾട്ടിപ്പിളിനെ, ഓക്കെ, 11ന്റെ ഒരു മൾട്ടിപ്പിളിനെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ, ഓക്കെ, സിംഗിൾ ഡിജിറ്റ് നമ്പറുമായിട്ട് എങ്ങനെ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. എന്താ? ഈ 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 11. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ 4 × 3 അങ്ങ് ആദ്യമേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങ് ചെയ്യാം. അത് നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 4 × 3 ചെയ്താൽ എന്ത് വരും? നിങ്ങൾക്ക് 12 എന്ന് വരും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? ആ 11 കൊണ്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. ആ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാം. 1 × 2 എഴുതിയിട്ട് ആ 1 × 2 പ്ലസ് ചെയ്ത് 3നെ നറുക്കിയൊക്കെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറയാൻ വന്ന കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു കാര്യമാണ്. പക്ഷേ ഇതാണ് നിങ്ങൾ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു രീതി. പക്ഷേ ഇത് ഇവിടെ അല്ല ഉപയോഗിക്കേണ്ടത്. കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുക. പക്ഷേ സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതിന് പകരം ഇങ്ങനെ ചെയ്ത് സ്റ്റെപ്സ് കൂട്ടുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ 44 × 3 എന്നൊക്കെയുള്ള കേസ് വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടുത്തെ ഒരു 4 എടുക്കുക, എന്നിട്ട് ഇവിടുത്തെ ഒരു 3 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3, എന്നിട്ട് എന്ത് ചെയ്യുക? 12 എന്നുള്ളത് അങ്ങ് എഴുതുക. എന്നിട്ട് ആ 2 1 കൂടി ആഡ് ചെയ്ത് നടക്കേക്ക് എഴുതുക. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ സ്മാർട്ടായിട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ 4 പുറത്തെടുത്ത്, ആക്ച്വലി 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഏത് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താലും, ലൈക്ക് ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറല്ല അതിൽ ഫില്ലായി വരാൻ പോകുന്നത്. ഇപ്പൊ 11ന്റെ 7 ചെയ്താൽ 77 ആവും. നമ്മൾ ഈ 77 പുറത്തെടുക്കാൻ പോകുന്ന 7. അങ്ങനെയാണെങ്കിൽ ആ 7 ആ 77 എന്ന് പറയുന്നതിൽ തന്നെ കിടപ്പില്ലേ? പുറത്തെടുക്കാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 7 എടുത്തങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ആ നമ്പറിനെ 11ന്റെ ഷോർട്ട് കട്ട് അവിടെ തന്നെ പാരലായിട്ട് അങ്ങ് യൂസ് ചെയ്താൽ മതി. നമ്മൾ അതൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ 77 തന്നെ എടുക്കാം. ഇപ്പൊ 77 × 5 എനിക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ 7 × 5 എത്ര വരും? 35 എന്ന് വരുന്നുള്ള 35 ഒരു ഗ്യാപ്പ് ഇട്ടങ്ങ് എഴുതുക. എന്നിട്ട് 3 ഉം 5 കൂടി ആഡ് ചെയ്തിട്ട് നടുക്കേക്ക് എഴുതുക. 385. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി നമുക്ക് വലിയൊരു നമ്പർ എടുക്കാം. 99 × 9. ഇപ്പൊ 99 × 9 എന്ന് പറയുമ്പോൾ 9 × 9 നമുക്ക് എത്രയെന്ന് വരും? 81 എന്ന് വരും. എന്നിട്ട് ആ 81 കൂടി ആഡ് ചെയ്ത് നടുക്കേക്ക് എഴുതുക. 891. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഷോർട്ട് കട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഷോർട്ട് കട്ട് ഒരെണ്ണം കൂടി ട്രൈ ചെയ്യാം. 22 × 9. ഇപ്പൊ 2 × 9 അഗെയിൻ നമുക്ക് എന്ത് വരും? 18 എന്ന് വരും. ആൻഡ് ആ 8 ഉം 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 9 എന്ന് വരും. അപ്പൊ 198 എന്ന് നമുക്ക് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ എടുത്തു പോകുന്നത്. ഈ ഒരു രീതി വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് ഇങ്ങനെ എടുത്തങ്ങ് പോകാൻ പറ്റും. പക്ഷേ ഇനി ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ചെറിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വാട്ട് ഇഫ് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ 9ന് മുകളിൽ പോയാലോ എന്നുള്ളൊരു കേസ്. ഓക്കെ, 9ന് മുകളിൽ പോവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന നമ്പർ ഞാൻ എടുക്കാം. നമുക്ക് എന്തെടുക്കാം? 22 ശരിയാവില്ല. നമുക്ക് വേറെ ഇപ്പൊ ഈ പറഞ്ഞ കേസ് പോസിബിൾ ആയിട്ട് വരുന്ന ഒരു നമ്പർ ആലോചിക്കുകയാണെങ്കിൽ 44 × 7 എടുക്കാം നമുക്ക്. അവിടെ ആ പ്രശ്നം വരും. ഓക്കെ, അപ്പൊ ആ പ്രശ്നം ഉണ്ടാവണം. അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ പ്രശ്നം ഉണ്ടായാലേ നമുക്ക് അതിന്റെ സൊല്യൂഷൻ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ 4 × 7 ചെയ്തു. 4 × 7 ചെയ്താൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര വരും? 28 എന്ന് വരും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇവിടെ വരും. 8 ന് 2 പ്ലസ് ചെയ്ത് എത്ര വരുന്നുണ്ട്? 10 വരുന്നുണ്ട്. 10 എടുത്ത് നടക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ 0 എഴുതണം. എന്നിട്ട് ആ 1നെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഇതിന്റെ മേളിൽ ക്യാരി ഓവർ ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ ആ 2 എന്നുള്ളത് അങ്ങ് എന്താവും? 3 ആവും. എന്നിട്ട് ആൻസർ അങ്ങ് മാർക്ക് ചെയ്തേക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ കാര്യമൊന്നുമില്ല. ഒരു ക്യാരി ഓവർ വരും. ആ ക്യാരി ഓവറിനെ അടുത്ത നമ്പറിലേക്ക് എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചോണം. അറിയാതെ കയറി 10 എന്ന് നടക്ക് എഴുതില്ല. നമുക്കറിയാം 44 × 7 ഒരിക്കലും 3108 എന്തായാലും വരത്തില്ലെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ അതിനെ വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ തൊട്ട് മേളിൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ ഒരു നമ്പർ എടുക്കാം. ഇപ്പൊ ഈ മേളിൽ എടുത്തതിനെ തന്നെ ഞാൻ സ്മാർട്ടായിട്ട് ചേഞ്ച് ചെയ്യാം. 22 × 14 ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പൊ 22 × 14 ചെയ്യാൻ വഴിയില്ല. എന്താണ്? നമുക്ക് അവിടെ ഷോർട്ട് കട്ട് ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഡിജിറ്റ് നമ്പർ വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ 14ന്റെ കൂടെ വരുന്ന 11 ആയിരിക്കണം. അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉടനെ മൈൻഡ് എന്ത് വിചാരിക്കണം? ആ 22നെ 2 × 11 വിചാരിക്കുക. എഴുതാൻ നിൽക്കൽ ഒരിക്കലും വിചാരിക്കുക. എന്നിട്ട് ആ 2 × 14 നമുക്ക് എത്ര വരും? അത് 28 എന്ന് വരും. ആ 28 എന്നുള്ളത് നിങ്ങൾ എഴുതാതിരുന്ന അത്രയും നല്ലത്. എന്നിട്ട് ആ 11 പിന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ എഴുതാതിരുന്ന അത്ര നല്ല, മൈൻഡ് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ആ തന്നതിനെ അങ്ങ് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു സിമ്പിൾ ആയിട്ട് ഈ 2നെ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയാ, ഈ 2നെ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ നമ്പർ ഡബിൾ ആവും, ഈ നമ്പർ ഹാഫ് ആവും. ആ ഒരു കൺസെപ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കിയേ, നമുക്ക് ഈ പറയുന്ന നമുക്ക്
ഇനി ബാക്കി വരുന്നത് നമുക്കവിടെ 22 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ നമ്മൾ ആ 2 ഇൻറ്റു 11 എടുത്തു. ആ 2 എടുത്ത് 14ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതങ്ങ് 28 ആയി. ഇനി എന്ത് ചെയ്യാം? 28 ഇൻറ്റു 11 ചെയ്താൽ മതി. അത് നമ്മൾ തൊട്ട് മേളിൽ ചെയ്ത പോലെ ആ 2 വരും, ആ 8 വരും, എന്നിട്ട് ആ 8 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 10 വരും. നമ്മൾ ആ 0 എഴുതിയിട്ട് ആ 1നെ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ 2നെ അങ്ങ് 3 ആക്കും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പുറമുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് മറന്നുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെയും വളരെ സ്മാർട്ടായിട്ട് മുമ്പിലോട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയ ട്രിക്കിലേക്ക് പോവാം. അടുത്ത നമുക്ക് 9 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് നയൻസ്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് നയൻസ്. നയൻസ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. നയൻസ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ നയൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആക്ച്വലി നമ്മുടെ 9ന്റെ ടേബിളിൽ കിടപ്പുണ്ട്. നമ്മൾ 9ന്റെ ടേബിൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഞാൻ 9ന്റെ ടേബിൾ മൊത്തം എഴുതുന്നില്ല, കുറച്ച് മാത്രം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഈ ട്രിക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് എഴുതാം. 9 ഇൻറ്റു 2 18 ആണ്. 9 ഇൻറ്റു 3 27 ആണ്. 9 ഇൻറ്റു 4 36 ആണ്. 9 ഇൻറ്റു 5 45 ആണ്. അതുപോലെ 9 ഇൻറ്റു 6 54 ആണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് താഴത്ത് വരുമ്പം 9 ഇൻറ്റു 9 കൂടി ചുമ്മാ ഒന്ന് എഴുതിയേക്കാം. 9 ഇൻറ്റു 9 81 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, എന്താന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ 9നെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിൽ നിന്ന് ഒന്ന് കുറഞ്ഞാണ് മുമ്പിൽ വന്നേക്കുന്നത്. നോക്കിയാൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 വന്നു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 വന്നു, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കുറഞ്ഞ് 3 വന്നു, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 വന്നു, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കുറഞ്ഞ് 5 വന്നു. ഇവൻ നമ്മൾ 9 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9ൽ നിന്ന് 1 കുറഞ്ഞ് 8 വന്നു. അങ്ങനെയാണെങ്കിൽ 9നെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൽ നിന്ന് 1 കുറഞ്ഞാണ് മുമ്പിൽ വരുന്നത്. അതിന് ശേഷമുള്ള നമ്പർ സെക്കൻഡ് ഡിജിറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മുമ്പിൽ എന്ത് നമ്പറാണോ വന്നത് അതിൽ നിന്ന് 1 കുറഞ്ഞാണ് ആ ഒരു നമ്പറിനെ 9ൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആ നമ്പർ വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ആ മുമ്പിൽ വന്ന 1നെ 9ൽ നിന്ന് കുറച്ചാൽ 8 എന്ന് വരും, 9ൽ നിന്ന് 2 കുറച്ചാൽ 7 വരും, 9ൽ നിന്ന് 3 കുറച്ചാൽ 6 വരും, 9ൽ നിന്ന് 4 കുറച്ചാൽ 5 വരും, 9ൽ നിന്ന് 5 കുറച്ചാൽ 4 വരും, ഈവൻ 9ൽ നിന്ന് നമ്മൾ 8 കുറച്ചാൽ 1 വരും. അപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒരു നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൽ നിന്ന് 1 കുറഞ്ഞ് മുമ്പിൽ വരും. അതിനുശേഷം നമ്മൾ പിന്നെ രണ്ടാമത്തെ വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുമ്പിൽ വന്ന നമ്പറിനെ 9ൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് രണ്ടാമത്തെ ഡിജിറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രിക്കിനെ ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ 9 9 9 9 9 ഇൻറ്റു 8 7 3 2 6. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലോ? അപ്പോൾ നമ്മൾ ജസ്റ്റ് 9 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ചെങ്കിൽ 9 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സിംഗിൾ ഡിജിറ്റ് നമ്പറിൽ മാത്രമല്ലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതിന്റെ ആ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിനൊക്കെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയത്തില്ല. 9ന്റെ ടേബിൾ അറിയാവുന്ന ഏതൊരാൾക്കും അറിഞ്ഞൂടെ? പിന്നെ എന്തിനാണ് വെറും 9 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ? ഓക്കെ, നമുക്ക് വേണ്ടിയത് എന്താണ്? ഒരുപാട് 9 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് 999 അല്ലെങ്കിൽ 99 എന്നുള്ള നമ്പേഴ്സ് ഫ്രീക്വന്റ് വരുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു നമ്പർ വരുമ്പോൾ നമുക്കറിയാം ആ നമ്പർ വലുതുമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര പാടാണ്. സൈഡിൽ പോയി ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ചെറിയ ട്രിക്കിനെ എങ്ങനെ ഇവിടെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ഇപ്പൊ ഇവിടെ കണ്ടേ, നമ്മൾ ഏത് നമ്പറിനെയാണോ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൽ നിന്ന് 1 കുറഞ്ഞാ വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 കുറയ്ക്കാം. 8 7 3 2 1 കുറച്ചാൽ 6നെ നമുക്ക് എന്തെന്ന് എടുക്കാം? 5 എന്ന് എടുക്കാം. എന്നിട്ട് പിന്നെന്താ സംഭവിച്ചേ? മുമ്പിൽ ഏത് നമ്പറാണോ വന്നേ ആ നമ്പറിനെ നമ്മൾ 9ൽ നിന്ന് കുറച്ച് എഴുതി. അങ്ങനെയാണെങ്കിൽ മുമ്പിൽ വന്ന ഈ നമ്പർ അല്ലേ, ഈ നമ്പറിനെ നമുക്ക് 9ൽ നിന്ന് കുറയ്ക്കാം. 9ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 1 എന്ന് വരും, 9ൽ നിന്ന് 7 കുറച്ചാൽ 2 എന്ന് വരും, 9ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് 6 എന്ന് വരും, 9ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 7 എന്ന് വരും, ആൻഡ് 9ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് എത്ര എന്ന് വരും? 4 എന്ന് വരും. 1 2 6 7 4. ആൻഡ് നമ്മുടെ കംപ്ലീറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയേ, 10 ഡിജിറ്റ് നമ്പറിന്റെ വലിയൊരു ആൻസർ. നിങ്ങൾ ആലോചിക്കുക, കാൽക്കുലേറ്ററിൽ പോലും ഇത്രയും സ്പീഡിൽ ആൻസർ എടുക്കാൻ പറ്റൂ? ഇല്ല. നമ്മൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയം മതി നമുക്ക് ആൻസർ എടുക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയം പോലും വേണ്ട നമുക്ക് ഈ ആൻസർ എഴുതിയെടുക്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാൾ ആ നമ്പർ ടൈപ്പ് ചെയ്യും വേണം, ആ കിട്ടുന്ന നമ്പറിനെ പിന്നെ പേപ്പറിലേക്ക് എഴുതുകയും വേണം. പക്ഷേ നമുക്ക് ഇത് ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ആൾക്കാർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കും പറഞ്ഞുതരാം. ആൾക്കാർ ചെയ്യാൻ സാധ്യതയുള്ളത് ഈ മുമ്പിലുള്ള നമ്പറിനെ കുറയ്ക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആൾക്കാർ ചിലപ്പം ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ സാധ്യതയുള്ള ചെറിയ മിസ്റ്റേക്ക്
ചിലപ്പോൾ അവർ ഇങ്ങോട്ടേക്കായിരിക്കും നോക്കുന്നത്. എന്നിട്ട് അവർ ചിലപ്പോൾ എടുത്ത് കുറയ്ക്കുന്ന ഇതിനെ ആയിരിക്കും. ഒരിക്കലും ഇതിനെ എടുത്ത് കുറയ്ക്കല്. നമ്മൾ പറഞ്ഞ പോലെ മുമ്പേ കിട്ടിയ നമ്പറിനെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അത് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും തെറ്റുവാണെങ്കിൽ. ഓക്കെ, എന്നാൽ ഇങ്ങനെ നമ്മൾ അറിയാതെ ഈ മുമ്പിലുള്ള നമ്പറിനെ കുറയ്ക്കുന്നതിന് പകരം ഈ നമ്പർ എടുത്താണ് കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ വരാൻ സാധ്യതയുള്ള ഒരേ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. ഈ അവസാനത്തെ ഡിജിറ്റിൽ മാത്രമേ തെറ്റാൻ സാധ്യതയുള്ളൂ, വേറെ ഒരു ഡിജിറ്റിലും തെറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്താൽ അത് തെറ്റിയോന്ന് എങ്ങനെയെന്നറിയോ? ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഈ 9 into 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 9 6 54 എന്ന് വരത്തില്ലേ? അങ്ങനെ ആൻസറിന്റെ അവസാനം എന്ത് വരണം? 4 വരണം. 4 ആണോ കിടക്കുന്നത് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയാൽ മതി. അത് ചെയ്യാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല. നമ്മൾ എന്തായാലും ഇത്രയും സ്പീഡിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആലോചിച്ചാൽ മതി ഈ പറഞ്ഞ കാര്യം നമുക്കിവിടെ ശരിയാവുന്നുണ്ടോ, അത് തെറ്റിയിട്ടുണ്ടോ? എന്നിട്ട് തെറ്റുവാണെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് മാത്രമേ തെറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് തെറ്റിയോ എന്നൊന്ന് ഓടിച്ചൊന്ന് നോക്കിയാൽ മതി. പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഇനി ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ ബാക്കി നമ്പേഴ്സിൽ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ചെറിയ നമ്പർ എഴുതിയിട്ട് വലിയ നമ്പറിലേക്കാണ് പോകുന്നെങ്കിൽ ഈ വട്ടം നമ്മളൊരു വലിയ നമ്പർ എഴുതിയിട്ട് താഴേക്ക് വരിക. എന്നിട്ട് ഇത്രയും വലിയ നമ്പർ നമുക്ക് എന്തായാലും എക്സാമിൽ വരാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള നമ്പറിൽ നമുക്ക് ഈ പറഞ്ഞ ഐഡിയ ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 9999 നമുക്ക് ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വരാം. 9999 into 5947 എന്തെങ്കിലും നമ്പർ എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പൊ എന്താ പറഞ്ഞ ആ 5947 ഒന്ന് കുറച്ച് 46 എന്ന് എഴുതുക. എന്നിട്ട് പെട്ടെന്ന് ഇതിനെ എന്ത് ചെയ്യുക? 9 കുറച്ച് എഴുതുക. ഇതിനെ 9 കുറച്ച് എത്ര വരും? 4053 എന്ന് വരും. അപ്പം നമുക്ക് ആൻസർ നോക്കിയേ, 59464053. വലിയൊരു ആൻസർ, 59464053 ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒരെണ്ണം എടുക്കാം. നമുക്ക് 9 നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിൽ വരുന്ന ഇതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താ ഈ 3 9 2 9 ഉള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. അങ്ങനെ ഈ 999 into 769 നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? 769 ഒന്ന് കുറച്ചാൽ 768 എന്ന് വരും. എന്നിട്ട് ഇതിനെ 9 കുറയ്ക്കുക. 9 7 കുറച്ചാൽ നമുക്ക് 2 എന്ന് വരും. 9 6 കുറച്ചാൽ നമുക്ക് 3 എന്ന് വരും. 9 8 കുറച്ചാൽ നമുക്ക് എത്ര എന്ന് വരും? 1 എന്ന് വരും. നോക്കിയേ, 76823 അതാണ് ആൻസർ. ഓക്കെ അല്ലേ? നിങ്ങളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ഇതെടുത്ത് കുറയ്ക്കുന്ന കാരണമേ ഒരു മിസ്റ്റേക്ക് വരത്തുള്ളൂ. അത് ഞാൻ നേരത്തെ പോലെ പെട്ടെന്ന് ചെക്ക് ചെയ്താൽ 9 into 9 അവസാനം എന്ത് വരണം? 1 വരണം. 1 വന്നിട്ടുണ്ട്. 9 into 7 നമുക്ക് എത്ര വരണം? 63. 3 വരണം. 3 വന്നിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരെണ്ണം എടുക്കാം. 99 into 54. അപ്പൊ 99 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സമയം എടുക്കും. പിന്നെ പലരും യൂസ് ചെയ്യുന്ന വേറെ ഒരു ട്രിക്ക് ഉണ്ട്, 100 - 1. ഓക്കെ, അതിലൊക്കെ സമയം വേസ്റ്റ് ആകത്തുള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ 54 ആണെങ്കിൽ അതിന് നേരെ 53 ആക്കുക. എന്നിട്ട് 9 5 കുറച്ചാൽ 4, 9 3 കുറച്ചാൽ 6. അത് നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, 5 3 4 6 വളരെ പെട്ടെന്ന് ആൻസർ വന്നു. ഒരെണ്ണം കൂടി ലാസ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. 99 into 76. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 ആ 6 ഒന്ന് കുറച്ച് 5 എടുക്കുക. എന്നിട്ട് 9നെ 7 കുറച്ച് നമുക്ക് എത്ര വരും? 2 എന്ന് വരും. 9നെ നമുക്ക് 5 കുറച്ച് നമുക്ക് 9 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് വരും? 9 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് 7524 എന്ന് വരും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ പക്ഷെ ഇവിടെ ഇത് ചെയ്തപ്പം നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ എത്ര 9 ആണോ എടുത്തത് അത്രയും തന്നെ നമ്പേഴ്സ് എടുത്തു. ഇവിടെ ഇപ്പൊ 2 9 എടുത്തു, ഇവിടെ 2 നമ്പർ എടുത്തു. ഇവിടെ ഇപ്പൊ 5 9 എടുത്തു, 5 നമ്പർ എടുത്തു. അപ്പോൾ ഈ ഒരു മെത്തേഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നവും ഇത് തന്നെയാണ്. എത്ര 9 ഉണ്ടോ അത്രയും തന്നെ നമ്പർ വേണം എന്നൊരു കണ്ടീഷൻ കൂടി ഈ ഒരു നമ്മൾ ഈ ചെയ്തേക്കുന്ന മെത്തേഡിലുണ്ട്. പക്ഷെ ആക്ച്വലി എല്ലാവരും അങ്ങനെ അറിയുന്നത്. പക്ഷെ ആക്ച്വലി നമുക്കവിടെ ആ ഒരു പറഞ്ഞ പ്രശ്നത്തിനെ ചെറുതായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാം. നമ്പർ കൂടാതിരുന്ന നമ്പർ കുറയുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 5 9 ഉണ്ട്, അങ്ങനെ 5 നമ്പറും വേണമെന്നാണ് പറയുന്നത് കൂടെ. പക്ഷെ 5 നമ്പർ അല്ല, 5നേക്കാളും കുറവാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വളരെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ 5ക്കാളും കൂടുതൽ 5 9 വന്നിട്ട് 5 കൂടുതൽ നമ്പർ വന്നാൽ അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷെ അത് റയർ ആയിട്ടല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യണമെന്നും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 999 into 73 എന്ന് വന്നു. അപ്പൊ സാധാരണ ഈ ഒരു മെത്തേഡ് വെച്ച് പറയുവാണെങ്കിൽ ഈ ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ഷോർട്ട് കട്ട് ഇവിടെ വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് സാധാരണ യൂഷ്വലി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നത് ശരിയാണ്, എത്ര 9 ഉണ്ടോ അത്രയും തന്നെ നമ്പർ വേണം. എന്ന് പറഞ്ഞാൽ 3 9 ഉണ്ടെങ്കിൽ 3 നമ്പറും വേണം. പക്ഷെ ഇവിടെ 3 നമ്പറില്ല, 2 നമ്പറേ ഉള്ളൂ. അപ്പൊ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ആംഗിൾ ആണുള്ളത്. പക്ഷെ അങ്ങനല്ല, നമ്മൾ അതിനെ വളരെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാം. എങ്ങനെയെന്നറിയോ? നമുക്കിവിടെ 3 9 ഉണ്ട്, നമുക്കിവിടെ 2 നമ്പറേ ഉള്ളൂ. നമുക്ക് 2 നമ്പർ ഉള്ളെങ്കിൽ അതിനെ 3 ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. മുമ്പിലൊരു 0 ഇട്ട് കൊടുത്ത പോരെ, 3 ആയില്ലേ? പക്ഷെ നമ്പർ വലുതാണെങ്കിൽ നമുക്ക് നമ്പർ കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വലിയ നമ്പർ വന്നാൽ നമുക്ക് ഈ പരിപാടി നടക്കത്തില്ല. ഇപ്പൊ ഇവിടെ 4 ഡിജിറ്റിന്റെ ഒരു നമ്പർ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വഴിയില്ല. നമ്മൾ ഈ ഷോർട്ട് കട്ട് വർക്ക് ചെയ്യത്തില്ല, കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ പറയുന്ന നമ്പറിന്റെ എണ്ണം കുറവാണെങ്കിൽ 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ, അല്ലാതെ ചെയ്യാൻ പറ്റത്തേയില്ല. എത്ര 9 ഉണ്ടോ അത്രയും തന്നെ നമ്പർ വേണം എന്നുള്ള കണ്ടീഷനിൽ സ്ട്രിക്ട്ലി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യുക.
ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ 0 കറക്റ്റായിട്ട് എടുത്ത് തന്നെ പോകണം, ഇല്ലെങ്കിൽ തെറ്റാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ 073 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, 072 എന്ന് എടുക്കുക. എന്തുകൊണ്ടാണ് 0 എഴുതണം? 0 മുമ്പേ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ 0 ഇങ്ങനെ എഴുതുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ മാത്രമേ ഉള്ളൂ. ഇനീഷ്യൽ ഡേയ്സിലെങ്കിലും എഴുതുക. പിന്നെ നിങ്ങൾ സ്മാർട്ടായിട്ട് മാറ്റിയാൽ മതി. എന്തുകൊണ്ട് എഴുതണമെന്ന് പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുമ്പിൽ വരുന്ന നമ്പറിനെ നമുക്ക് 9 നിന്ന് മൈനസ് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 73 ആണെങ്കിൽ 72 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ 9 നിന്ന് മൈനസ് ചെയ്യണം. പക്ഷെ 9 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 0 എഴുതാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ 7 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് തെറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 9 നിന്ന് 0 പോയി കഴിഞ്ഞാൽ 9 വരും. അതെടുക്കണം. 9 in 7 പോയാൽ നമുക്ക് 2 എന്ന് വരും. 9 in 2 പോയാൽ നമുക്ക് 7 എന്ന് വരും. നമ്മുടെ ആൻസർ കിട്ടി 72927. പക്ഷെ പ്രശ്നം, നമ്മൾ ഈ 0 എഴുതാതിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ എന്ത് ചെയ്തേനെ, നേരെ ആദ്യം തന്നെ 9 നിന്ന് 7 അങ്ങ് മൈനസ് ചെയ്ത് 2 അങ്ങ് എഴുതിയേനെ. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് 0 എഴുതണമെന്ന് പറഞ്ഞത്. വിത്ത് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 0 എഴുതുന്ന ഒഴിവാക്കിയാലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആവശ്യം വരുന്ന ഒരെണ്ണം, അല്ലെ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതൊരെണ്ണം ചുമ്മാ ട്രൈ ചെയ്യാം. 9999 ഇൻറ്റു 83 എടുക്കാം. ഇവിടെ ഇപ്പൊ നമുക്ക് 2 ഡിജിറ്റിന്റെ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, 2 0 കിട്ടാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ നോക്കിയാൽ 4 എണ്ണം ആയില്ലേ, 4 നമ്പർ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ആ 00 എഴുതിയേക്കോ തെറ്റാതിരിക്കാൻ വേണ്ടി, ചെറുതായിട്ടെങ്കിലും എന്ന് എഴുതിയേക്കോ തെറ്റാതിരിക്കാൻ വേണ്ടി. 83 1 കുറച്ച് 82 എന്ന് വരും. ഇനി നമ്മൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആ 0 എഴുതിയത്, നമ്മൾ 9 നിന്ന് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് വിട്ടുപോകും. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ നമ്മൾ 9 0 മൈനസ് ചെയ്താൽ 9 വരും, 9 0 മൈനസ് ചെയ്താൽ 9 വരും. 9 8 മൈനസ് ചെയ്താൽ നമുക്ക് 1 എന്നും വരും. ആൻഡ് 9 നമുക്ക് ആ ഒരു 2 മൈനസ് ചെയ്താൽ 7 എന്ന് വരും. നോക്കിയാൽ നമ്മുടെ ആൻസർ 829917. ആ നമ്പറിലുള്ള 2 0 അതിന് ശേഷം എടുക്കണ്ട, അത്രേ ഉള്ളൂ. നമുക്ക് ആ ഒരു എറർ വരുന്നത് ഒഴിവാക്കാനും പറ്റും. നമ്മൾ അതിനെ സ്മാർട്ടായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൂടി പഠിക്കുക. നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഷോർട്ട് കട്ട്സ് മാത്രം പഠിക്കാതെ അതിനെ എങ്ങനെയൊക്കെ അതിന്റെ കൂടെ കണക്ട് ചെയ്തും പഠിക്കാം എന്നുള്ളത് കൂടി നമ്മൾ നോക്കാം. അതിനെ ബെറ്റർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫൈനലി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തേക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് 99 ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 99 into 7. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 0 ഇട്ടു, നമ്മൾ 7നെ എന്ത് ചെയ്തു, 6 എന്ന് എഴുതി. അതിനുശേഷം 9 in 0 പോയി കഴിഞ്ഞാൽ നമുക്ക് 9 വരും. 9 in 6 പോയാൽ നമുക്ക് 3 എന്ന് വരും. സോ 693 നമുക്ക് ആൻസർ വരും. ഇതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് പഠിച്ചു. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത ട്രിക്ക് പഠിച്ചു. ഇതുകൂടാതെ നമ്മൾ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കും പഠിച്ചു. അതിനുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പർ കുറഞ്ഞു വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും പഠിച്ചു. പക്ഷെ തീർന്നിട്ടില്ല. ഈ 9ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെയും 2 കാര്യങ്ങളോട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇപ്പൊ ഈ ഒരു സെഷന്റെ സമയം കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇനി വരുന്ന സെഷനിൽ നമുക്ക് അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ 9ഉമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന 9ഉമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന 2 കാര്യങ്ങളോടി, കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള 2 കാര്യങ്ങളോടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ആസ്വദിച്ചത് നിങ്ങൾക്കറിയാം, നമ്മുടെ വിദ്യാരംഭം ഭാഗമായിട്ടാണ് ഈ ഒരു വേദിക് മാത്സിന്റെ ഈ ഒരു ക്ലാസ്സസ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയാ, നമുക്ക് ഈ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാങ്ക്, SSC, റെയിൽവേ എക്സാംസിന് വേണ്ടി, അടുത്ത വർഷത്തെ എക്സാംസിനൊക്കെ വേണ്ടി നമ്മൾ വിദ്യാരംഭത്തിന് ഈ ഒരു സമയത്ത് നല്ലൊരു സ്റ്റാർട്ടാണ് പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ SSC, ബാങ്ക്, റെയിൽവേക്ക് വേണ്ടി സ്പെഷ്യൽ ബാച്ചുകൾ, ജസ്റ്റ് യൂഷ്വൽ ബാച്ചസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ യൂഷ്വൽ ബാച്ചസ് വിട്ട് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചസ് നമ്മൾ ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഡേറ്റ് ക്ലോസ് ആവാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അഡ്മിഷൻസ് ക്ലോസ് ആവാൻ പോകുകയാണ് ഏകദേശം. അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേയ്സ് ആണ്. ഇപ്പം നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മുടെ മന്ത് എൻഡ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി സ്പെഷ്യലായി മാറുകയാണ്. എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം എല്ലാ മന്ത് എൻഡ് ആകുമ്പോൾ അവിടെ കുറച്ച് സ്പെഷ്യൽ ഓഫേഴ്സ് കൂടി വരാറുണ്ട്. അപ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ സ്പെഷ്യലായിട്ട് ഈ ഒരു ബാച്ചസിനെ കുറിച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നേരത്തെ ബാച്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ കൂടാതെ മന്ത് എൻഡ് ആയതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി സ്പെഷ്യൽ ഓഫേഴ്സ് കൂടി വരുവാണ്. എക്സ്ട്രാ സ്പെഷ്യൽ ഓഫേഴ്സ് കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം ബാങ്ക്, SSC, റെയിൽവേ എക്സാംസിനൊക്കെ വേണ്ടി നമ്മുടെ ഇപ്പോൾ റെയിൽവേയുടെ NTPC നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്കറിയാം. അടുത്ത വർഷത്തെ SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അടുത്ത വർഷം ബാങ്ക് എക്സാംസിന് വേണ്ടി. അപ്പോൾ ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ്. ബിക്കോസ് നമ്മുടെ ഈ ബാച്ചിന്റെ സ്പെഷ്യൽ എന്താണെന്ന് ആദ്യമേ പറയാം. ഈ ബാച്ചിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ, ഓൾറെഡി ഞാൻ നേരത്തെ ഷെയർ ചെയ്ത പോലെ തന്നെ, നമുക്ക് ഈ ബാച്ചസ് എന്ന് പറയുന്ന സ്പെഷ്യൽ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം യൂഷ്വലി ഓൺലൈൻ ബാച്ചസിനൊക്കെ വാലിഡിറ്റി 1 year ആണ്. പക്ഷേ ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യുന്ന സീരിയസ് കാൻഡിഡേറ്റ്സ്, ലൈക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ള, ശരിക്കും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ ഒരു 1 year കഴിയുമ്പം
നിങ്ങളുടെ ഈ 1 ഇയറിന്റെ ഇടയ്ക്ക് പോകുന്ന ക്ലാസ്സസിൽ 85% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, ലൈവ് ക്ലാസ്സസിൽ 85% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നവരും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് 85% അറ്റൻഡൻസ് എന്തായാലും കാണും. അപ്പോൾ ആ 85% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് 85% ടാസ്ക് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ക്ലാസ്സസ് കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ ടാസ്കുകളും തരും, ക്വസ്റ്റൻസ് വർക്കൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും നിങ്ങൾ 85% ടാസ്ക് കംപ്ലീഷനും ഉണ്ടെങ്കിൽ അവർക്ക് 1 ഇയർ കഴിയുമ്പം ഇതേ ബാച്ചിനെ 1 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും, അല്ലെങ്കിൽ റിന്യൂ ചെയ്ത് തരും എന്നുള്ളതാണ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വഴി നിങ്ങൾ 1 വർഷത്തേക്കല്ല 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക്, അതുപോലെ കോളേജിലുള്ളവർക്കോ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്ക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയി. എസ്പെഷ്യലി എനിക്കൊന്ന് കോളേജിലുള്ളവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. എന്തുകൊണ്ട്? കോളേജിന്റെ ഫൈനൽ ഇയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇപ്പം ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇപ്പം പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജ് തീരുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ കോളേജിന്റെ ക്ലാസ്സിന്റെ കൂടെ തന്നെ പാരലായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് കൊണ്ടുപോകാം. ആൻഡ് കൊണ്ടുപോകുന്ന സമയത്ത് റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് അത് ക്ലാസ്സസ് കാണാൻ പറ്റും. പിന്നെ ലൈവ് ക്ലാസ്സസ് അത് ഈവനിങ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോളേജിലെ ക്ലാസിന്റെ ഹവേഴ്സിലോ അത് എഫക്റ്റ് ആവത്തില്ല. നിങ്ങളുടെ ഈ ലൈവ് ക്ലാസ്സസ് എല്ലാം പോകുന്ന ഈവനിങ് ഒരു 7 മണിക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 7 മണിക്ക് ശേഷമുള്ള ലൈവ് ക്ലാസ്സസ് മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് വിചാരിച്ചാൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന റെക്കോർഡ് ക്ലാസ്സിന്റെ അഡ്വാൻസ് ക്വസ്റ്റൻസ് ആണ് ലൈവ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സസിൽ കൂടുതൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി റിവൈസ് ചെയ്യാനും, അന്നന്ന് പഠിച്ച കാര്യങ്ങളെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും, പഠിച്ച കാര്യങ്ങളുടെ അഡ്വാൻസ് ക്വസ്റ്റൻസ് ചെയ്ത് നോക്കാനൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുവാണ്. ജസ്റ്റ് റെക്കോർഡ് ക്ലാസ്സസ് മാത്രമല്ല, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഇതിലൂടെ പാരലായിട്ട് പോകുന്നുണ്ട് തന്നെ. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്കറിയാം ബാക്കിയുള്ള യൂഷ്വലി നമുക്ക് ഒരു ക്ലാസ്സസിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലൈക്ക് ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ആവും. അതേപോലെ തന്നെ ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് കാണും. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്കറിയാം മോക്ക് ടെസ്റ്റുകളും ക്വിസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ വർക്കൗട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സസും അതുപോലെ കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ക്ലാസ്സസും ഇതൊക്കെ അവിടെ. അപ്പോൾ അതുപോലെ ആപ്പിന്റെ അകത്ത് എയുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, നിങ്ങളുടെ വീക്ക് ഏരിയയൊക്കെ അനലൈസ് ചെയ്യാൻ മോക്ക് ചെയ്യുന്ന സമയത്ത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വളരെ സ്പെഷ്യലാണ്, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇത് കൂടാതെ ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്പെഷ്യൽ ബാച്ചിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഈ ഒരു 1 ഇയർ എക്സ്ട്രാ വാലിഡിറ്റി. ഇപ്പം നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എക്സാം ഈ ഒരു ഇപ്പൊ കോളേജിന്റെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കിട്ടുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് വരുന്ന എക്സാംസ് അങ്ങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് പുതിയതായിട്ട് ജോയിൻ ചെയ്യണ്ട. പിന്നെ അത് കൂടാതെ നിങ്ങളിപ്പോൾ ആ സമയത്ത് ഒരു എക്സാം എഴുതി, നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കിട്ടി, നിങ്ങൾക്ക് അടുത്ത വർഷം തോന്നുന്നത് ഇതിനേക്കാളും നല്ലൊരു പോസ്റ്റ് വേണം. അപ്പോൾ പിന്നെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി 1 വർഷം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു കോഴ്സിലേക്ക് പുതിയൊരു കോഴ്സിലേക്കൊന്നും പോവാതെയോ പുതിയൊരു കോഴ്സിലേക്കൊന്നും ജോയിൻ ചെയ്യാതെ പുതിയൊരു കോഴ്സ് പർച്ചേസ് ചെയ്യാതെ ഒക്കെ തന്നെ ഇതേ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ ഇതിൽ തന്നെ നിന്നോണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം ഇതേ ക്ലാസ്സസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവിടുത്തെ അഡ്വാൻസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും പിന്നെ വന്നിട്ടുള്ള അപ്ഡേറ്റഡ് ക്വസ്റ്റൻസും ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പിന്നെയും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു അടുത്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടി നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു വാട്സാപ്പ് നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അത് ഒരു ലൈഫ് ടൈം ആക്സസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന എക്സാംസും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പഠിക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലൈക്ക് PDF ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജോലി കയറി കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും നല്ല എക്സാംസ് വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. നിങ്ങൾക്കത് നിങ്ങൾക്കായിട്ട് ഇരുന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു എക്സാംസിനെ കുറിച്ച് അറിയാനും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആ സംഭവത്തിനെ കുറിച്ച് പഠിക്കാനുള്ള PDF മെറ്റീരിയൽസ് അടക്കം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടും. ഇത് കൂടാതെ എന്താ ഇപ്പൊ ഈ ഒരു മന്ത് എൻഡിൽ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത് എൻഡിലെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്കുകളും അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ ഫ്രീ കോഴ്സ് കിട്ടും. ഇവിടെ ആഡ് ഓൺ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോയ്സിലുള്ള കോഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ കോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സലിന് വേണ്ടിയുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് പോലത്തെ ഒരു കേസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ചില കാര്യങ്ങളാണ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് സ്കിൽ ഡെവലപ്മെന്റ്, 2 ഇപ്പം നമുക്കറിയാം AI ഒരു കാലമാണ്. അപ്പം അത് മുമ്പോട്ട് വരുമ്പോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു AI ബേസിക്സ് പഠിക്കാനുള്ള ഒരു സംഭവം. അതേപോലെ തന്നെ നമ്മളിപ്പം പല
പലർക്കും വരുന്ന ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കത്തില്ല, പുറത്തായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് സംസാരിക്കാൻ മെയിൻലി സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഈ ഒരു എന്താ പറയുക ആഡ് ഓൺ കോഴ്സസ് ആണ് ഇതൊക്കെ. നമ്മുടെ ഈ എക്സലിന്റെ കോഴ്സ് ആയാലും എയുടെ കോഴ്സ് ആയാലും അതിൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയാലും. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഏതാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്, നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ആഡ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നതിന്റെ കൂടെ. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ഈ ഒരു പഠിക്കുന്നതിന്റെ കൂടെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ്, ഒരു അപ് സ്കില്ലിംഗ് കൂടി ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മന്ത് എൻഡ് മാത്രമുള്ള ഒരു ഓഫറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ളതും അതുപോലെ 8714764666 എന്നുള്ള ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു സമയമാണ്. ക്ലാസ്സസ് എന്താ പറയുക, പുതിയൊരു എക്സാംസിന് വേണ്ടി നിങ്ങൾ ജോലിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യാം. ആൻഡ് ഫ്യൂച്ചർ ലോങ് ടേം ആംഗിളിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. സോ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇനിയും ഷോർട്ട് കട്ട്സ് തീർന്നിട്ടില്ല, ഇനിയും ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൂടുതൽ ഷോർട്ട് കട്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സസ് നമുക്ക് വീണ്ടും നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.